കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് പേരാമ്പ്രയിലുണ്ടായ സംഘർഷം. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. ഷാഫിയെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അഞ്ജന സുകുമാരനാണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജന, ഗുഡ് മോർണിംഗ്. ഷാഫി പറമ്പിലിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊന്ന്, ഒപ്പം പ്രതിഷേധം പുരോഗമിക്കുകയാണല്ലോ. മറുവശത്ത് നിന്നും ഇതൊരു ഷോ ആണ് എന്നുള്ള രീതിയിൽ തന്നെ CPM ഹാൻഡിലുകളിലെല്ലാം തന്നെ ഇപ്പോഴും ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്രമത്തിന്റെ തെളിവുകൾ മുന്നിൽ വന്നിട്ട് പോലും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം രാഷ്ട്രീയപരമായി ഇപ്പോഴും കൈകാര്യം ചെയ്തു പോകുന്നത്? UDF ഏത് രീതിയിലാണ് പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിക്കുന്നത്? ഈ പേരാമ്പ്രയിലുണ്ടായ UDF പ്രതിഷേധത്തിൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷാഫി പറമ്പിൽ. വടകര MP ആയ ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അടിയന്തരമായി ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. പ്രധാനമായും മൂക്കിന് 3 പൊട്ടലുകളാണ് അദ്ദേഹത്തിനുള്ളത്. മൂക്കിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും അതോടൊപ്പം തന്നെ നടുഭാഗത്തും. ഈ ഇടതുഭാഗത്തിന്റെ എല്ലിന്റെ പൊട്ടൽ, അതോടൊപ്പം തന്നെ അതിന്റെ സ്ഥാനം മാറി പോവുകയും ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തെ ICUയിൽ പ്രവേശിപ്പിക്കുകയും നിരീക്ഷണത്തിൽ തുടരുകയുമാണ് അദ്ദേഹം ഇപ്പോൾ. പിന്നീട് ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. കുറച്ച് ദിവസം അദ്ദേഹത്തിന് വിശ്രമം വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ, അതായത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 10 ദിവസത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു വലിയ സംഘർഷത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെ പേരാമ്പ്രയിൽ വലിയ ഒരു പ്രതിഷേധമുണ്ടാവുകയും അതിൽ പിന്നീട് അക്രമത്തിലേക്ക് പോവുകയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ പ്രതിഷേധക്കാരെ പോലീസുമായി ചേർന്നുണ്ടായ ഒന്നും തള്ളും അവർ കടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ ഒരു അക്രമം ഉണ്ടായത്. അതിനെ തുരത്തുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യമെന്നുള്ളതാണ് UDF പ്രവർത്തകർ പറയുന്നത്. ഇന്നലെ സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അത്രയും ഏതായാലും ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ വൈകിട്ടോടെ പേരാമ്പ്ര ടൗണിൽ UDF വീണ്ടും ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. അതിലും ഈ ഒരു പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒന്നും തള്ളും വരെയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് ഈ പ്രവർത്തകരെ സമാധാനിപ്പിച്ചതും പോലീസുമായുള്ള ഈ ഒരു അക്രമ സാധ്യതയിൽ നിന്ന് പ്രവർത്തകരെ മാറ്റി നിർത്തിയതുമൊക്കെ. ഏതായാലും ഇന്നലെ വൈകിട്ട് ഒരുപാട് സമയം അവിടെ ഒരു അക്രമാന്തരീക്ഷം ഉണ്ടാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായ ഈ പ്രതിഷേധ സംഗമത്തിൽ, പേരാമ്പ്ര ടൗണിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധ സംഗമത്തിൽ 325 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പ്രമുഖ നേതാക്കൾക്കെതിരെയും അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 320 പ്രവർത്തകർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ച, ഷാഫി പറമ്പിൽ MP-യെ മർദ്ദിച്ച പോലീസിന്റെ സംരക്ഷണം തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ അവിടെ പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പിന്നീട് നേതാക്കൾ എത്തിയാണ് അവരെ സമാധാനിപ്പിച്ചു വിട്ടത്. ഈ പ്രസംഗത്തിലുടനീളം അനൗൺസ്മെന്റ് വഴി നേതാക്കൾ പ്രവർത്തകരോട് ശാന്തരാകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഷാഫി പറമ്പിൽ MP-ക്ക് ഉണ്ടായ ആക്രമണത്തിനെതിരെ വലിയ രീതിയിൽ ഇനിയും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ്. ശരിയാണ്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം അത് അവസാനിക്കുന്നില്ല. അത് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നതും. ഒപ്പം തന്നെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് അഞ്ജന സുകുമാരൻ നമ്മളെടുത്ത് ഇപ്പോൾ പറഞ്ഞത്.